ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മൂളലിനായി കാത്തിരിക്കുകയാണ് യുഎസ് സേന. 24 മണിക്കൂറിനകം ഇറാനിൽ യുഎസ് ആക്രമണം ഉണ്ടായേക്കും. ഒരു മൂളൽ മാത്രം, അത് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രം മതി. എന്നാൽ അത് എങ്ങനെ, എപ്പോൾ എന്നതാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ട്രംപ് ഒടുവിൽ സൈനിക നടപടിക്ക് അംഗീകാരം നൽകുകയാണ് എങ്കിൽ അമേരിക്ക എങ്ങനെയൊക്കെയായിരിക്കും ഇറാനെ ആക്രമിക്കാൻ മുതിരുക എന്ന ചില വിശകലനങ്ങൾ വരുന്നുണ്ട്. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനായി മിഡിൽ ഈസ്റ്റിലുടനീളം നിലയുറപ്പിച്ചിരിക്കുന്ന B-52 ബോംബറുകളുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട്. ഇവയെല്ലാം വിന്യസിക്കുന്നത് ഉൾപ്പെടെ പ്രാദേശിക താവളങ്ങളിൽ നിന്ന് പോലും വ്യോമാക്രമണങ്ങൾ നടത്തും എന്നതാണ് ഒരു നിഗമനം. മറ്റൊരു നിഗമനം നാവികാധിഷ്ഠിത മിസൈൽ ആക്രമണങ്ങളായിരിക്കും ഉണ്ടാവുക എന്നതാണ്. ഭരണകൂട അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പേർഷ്യൻ ഗൾഫിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലുകൾ, ഡിസ്ട്രോയറുകൾ അല്ലെങ്കിൽ അന്തർവാഹിനികൾ, ഇവയിൽ നിന്ന് ക്രൂയിസ് മിസൈലുകൾ അമേരിക്ക തൊടുത്തുവിട്ടേക്കാം. ഡ്രോൺ യുദ്ധവും ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് എന്ന് യുദ്ധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ ഉണ്ടാകും. ഇതിന് സായുധ ഡ്രോണുകൾ ഉപയോഗിച്ചേക്കാം. സൈബർ യുദ്ധവും ഉണ്ടായേക്കാം എന്ന് നിഗമനമുണ്ട്.